പ്രഭാത കേരളം തുടരുകയാണ് തിരുവനന്തപുരത്തെ ആക്കുളത്ത് നിന്ന്. നമുക്കിനി കർണാടകയിലേക്ക് പോയാലോ കെപി? അവിടെ കേരളത്തിൽ നിന്ന് തുടങ്ങി സുഡാനിൽ പോയി ഇനി നമുക്ക് കർണാടകയിൽ. അതെ, കർണാടകത്തിൽ ER രാഗേഷ് സമഗ്രമായി വാർത്ത കവർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. BJPക്ക് ശക്തമായ ഒരു ഫൈറ്റാണ് കോൺഗ്രസ് നൽകുന്നത്. പ്രത്യേകിച്ച് DK ശിവകുമാറിനെ പോലെയൊക്കെയുള്ള നേതാക്കൾ യഥാർത്ഥത്തിൽ ഈ BJPയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി നേരിടുന്ന അല്ലെങ്കിൽ വെല്ലുവിളിക്കാൻ പറ്റുന്ന നേതാക്കൾ ഒരാളാണ് ശിവകുമാർ. അങ്ങനെ ഒരു ഫൈറ്റ് നടക്കുമ്പോഴാണ് JDSന്റെ റോൾ പ്രധാനപ്പെട്ടതായി മാറുന്നത്. JDS ആരെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് BJPയെ പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ്. അവിടെ നിഖിൽ കുമാരസ്വാമിയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം JDSന്റെ യൂത്ത് വിങ്ങിന്റെ അധ്യക്ഷൻ കൂടിയാണ് നിഖിൽ കുമാരസ്വാമി. HD കുമാരസ്വാമിയുടെ മകൻ എന്നുള്ളൊരു പ്രയോറിറ്റി ഉണ്ട് തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുമ്പോൾ. പക്ഷെ നിഖിൽ അങ്ങനെ ഒരു കൃത്യമായ മറുപടി നൽകുന്നില്ല. സാധാരണ പോലെ തന്നെ അല്ലെ, തെരഞ്ഞെടുപ്പ് ചൂടിങ്ങനെ ഏറുമ്പോഴും ആരെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സൂചന പോലും നൽകുന്നില്ല. പാർട്ടി ആ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, സാഹചര്യം വന്നാൽ തീരുമാനമെടുക്കും. ഒപ്പം JDS ഇത്തവണ കിങ് മേക്കർ അല്ല, കിങ് ആകുമെന്നാണ് പറയുന്നത്. അതും 120 സീറ്റിലൊക്കെ വിജയിച്ച് അതാണ് അതിലധികമാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നിഖിലിന്റെ വാക്കുകൾ കേട്ടിട്ട് വരാം. JDS നേതാവ് നിഖിൽ കുമാരസ്വാമി ന്യൂസ് 8-നൊപ്പം ചേരുകയാണ്. യു ആർ കണ്ടസ്റ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ അസംബ്ലി ഇലക്ഷൻ. ഹൗ മച്ച് കോൺഫിഡന്റ് യു ആർ? ಎಲ್ರಿಗೂ ನಮಸ್ಕಾರ. ಐ ಆಮ್ ಪ್ರಿಟಿ ಮಚ್ ಕಾನ್ಫಿಡೆಂಟ್ ಬಿಕಾಸ್ ಇಟ್ has been quite some time since 1994 was when Mr. Devegowda ji stood in Ramnagara constituency and he won by quite a margin. And you know the history, he became the chief minister from this constituency. Since then, 96 he became the prime minister. 2004 was when my father Kumaraswamy ji came in. So it's been almost 5 terms since we have been here, and we have done our bit to the people. So definitely people will look into our work, and even I have been working hard since a long time. I have been there with them since many years now. So I'm pretty much confident that people will definitely support a youngster this time. Yeah. Last assembly election, JDS bagged 37 seats and played a crucial role in the formation of government. Will JDS be a kingmaker this time? So hopefully we are aiming at 123 seats. So my father all alone, he's been visiting all over the state. He's already visited around 120 constituencies from past 4 months. So we are pretty much confident that this time we are not going to land 37 or 40 or anything. We will be much above than what we are expecting, what people are expecting. In fact, people in the sense, the opposition. So we are pretty much confident we should be the king this time, not the kingmaker. If no one gets the majority, what will be the stand of JDS? I don't think so that situation will arise. I hope that situation will not arise. But if at all that arises, then probably later on we'll take a call. We cannot decide as of now. Will you support BJP? We cannot decide as of now. I am nobody to tell I will support BJP or Congress. But we'll take a call. We'll see what Karnataka people would want. So we'll take a call according to that. Yeah. തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷമില്ലെങ്കിൽ ആരെ പിന്തുണയ്ക്കും, കോൺഗ്രസിനെയോ BJPക്കോ ആരോ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് നിഖിൽ കുമാരസ്വാമി ന്യൂസ് 8 വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ KT ധനേഷ്, രാമനഗറിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 8. ER രാഗേഷ് തന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ് ഫ്രം കേരളം. എന്താണ് അവിടെ ഏറ്റവും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുന്ന ഒരു സമയത്ത് വലിയ ആത്മവിശ്വാസമാണ് കുമാരസ്വാമിയുടെ മകൻ പ്രകടിപ്പിക്കുന്നത്? 20 സീറ്റാണ് ലക്ഷ്യം എന്ന് പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണോ അവിടെ? ഈ രാഗേഷ്, അവിടുത്തെ ഒരു പൾസ് അറിയുന്നുണ്ടാകുമല്ലോ. ഇത്രമേൽ വലിയൊരു ആത്മവിശ്വാസം പുലർത്തുന്നു. മാത്രമല്ല കിങ് ആയി മാറും എന്ന് പറയുന്ന ആ ഒരു ആത്മവിശ്വാസം എന്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രാഗേഷ്? അഭിലാഷ്, അശ്വതി, ഗുഡ് മോർണിംഗ്. ഏതായാലും കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ്, പ്രചാരണം ചൂടുപിടിക്കുകയാണ്. JDS ഇവിടെ ഒരു നിർണായക ശക്തിയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ
BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി 104 സീറ്റ് അവർ നേടി. കോൺഗ്രസിന് 78 സീറ്റാണ് കിട്ടിയത്. അന്ന് 37 സീറ്റ് ജനതാദൾ എസ് നേടുകയും ചെയ്തു. പിന്നീട് കണ്ടത് യെഡിയൂരപ്പ മുഖ്യമന്ത്രിയായി ഒരു ദിവസം വരുന്നു. അതിനുശേഷം ആ സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കാൻ മുമ്പ് തന്നെ യെഡിയൂരപ്പ രാജിവെച്ചു. അതിനുശേഷം കുമാരസ്വാമിയും ഒപ്പം തന്നെ കോൺഗ്രസും ചേർന്നുകൊണ്ട് ഒരു സർക്കാർ ഉണ്ടാക്കുന്നതാണ് കണ്ടത്. കുമാരസ്വാമി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ തവണ ഒരു കിങ് മേക്കറായ പാർട്ടിയാണ് JDS. പക്ഷേ ഇത്തവണ ഏതായാലും ഇവർ വ്യക്തമാക്കുന്നത് കിങ് മേക്കർ അല്ല, കിങ് തന്നെയാകുമെന്നാണ്. കാരണം ഓൾഡ് മൈസൂരു മേഖലയിൽ നിന്നടക്കം അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രമാണ് ഒക്കലിക ഭൂരിപക്ഷ മേഖലയാണ് ഓൾഡ് മൈസൂർ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള മേഖല കൂടിയാണ് ഓൾഡ് മൈസൂർ. അവിടെ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടുക, ഒപ്പം തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം JDSനുണ്ട്. അങ്ങനെ സംസ്ഥാന സർക്കാർ രൂപീകരണത്തിൽ ഒരു നിർണായക പങ്കുവഹിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് JDSനുള്ളത്. JDS നേതാക്കൾ അവകാശപ്പെടുന്നത് 100-ലധികം സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ്. പക്ഷേ സമീപകാല ചരിത്രത്തിലൊന്നും JDS അത്രമേൽ സീറ്റുകൾ നേടിയിട്ടില്ല. പക്ഷേ ഒരു 35-40 സീറ്റുകളിലധികം JDS നേടുകയാണെങ്കിൽ സ്വാഭാവികമായും ആർക്കും ഭൂരിപക്ഷമില്ലെങ്കിൽ JDS നിർണായക ശക്തിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ നിഖിൽ കുമാരസ്വാമി വ്യക്തമാക്കിയ BJPയെ പിന്തുണയ്ക്കുമെന്ന ചോദ്യത്തിന് ഒരു കൃത്യമായ മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവില്ല. അക്കാര്യത്തിൽ പാർട്ടി ഒരു ഉചിതമായ തീരുമാനമെടുക്കും. കർണാടകയിൽ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്നാണ് നിഖിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം കുമാരസ്വാമി മുഖ്യമന്ത്രിയായ 2 ഘട്ടത്തിൽ, ഒന്ന് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് മുഖ്യമന്ത്രിയായിട്ടുള്ളത്. മാത്രമല്ല അതിനു മുമ്പും കുമാരസ്വാമി കർണാടകത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ എത്തിയിട്ടുണ്ട്. അന്ന് പക്ഷേ BJP പിന്തുണയോടുകൂടിയായിരുന്നു മുഖ്യമന്ത്രി പദത്തിൽ എത്തിയത് എന്നുകൂടി നിഖിൽ കുമാരസ്വാമിയുടെ വാക്കുകളിൽ നിന്ന് കൂട്ടിവായിക്കണം. കാരണം 2006-ൽ കുമാരസ്വാമി മുഖ്യമന്ത്രിയും BS യെഡിയൂരപ്പ ഉപമുഖ്യമന്ത്രിയുമായാണ് അധികാരമേറ്റത്. പിന്നീട് മുഖ്യമന്ത്രി പദവി അത് 2 പാർട്ടികളുടെ നേതാക്കൾ തമ്മിൽ വീതം വയ്ക്കാമെന്ന വാഗ്ദാനം അത് പാലിക്കാത്തതിനെ തുടർന്നാണ് കുമാരസ്വാമിക്ക് അന്ന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്. അങ്ങനെ ഒരു ചരിത്രം കൂടി കർണാടകത്തിൽ JDSനുണ്ട്. ഏതായാലും നിഖിൽ കുമാരസ്വാമി BJPയെ പിന്തുണയ്ക്കുമോ എന്നൊരു ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകുന്നില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ JDS ഏതായാലും കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന ഒരു നിർണായക റോൾ വഹിക്കാനുള്ള തീരുമാനം തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ത്രികോണ പോരാട്ടം നടക്കുന്ന സംസ്ഥാനമാണ് കർണാടകം. അവിടെ ആർക്കും വലിയ ഭൂരിപക്ഷം ഉണ്ടായില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു കഴിഞ്ഞ BJP എന്ന് നമുക്കറിയാം, അപ്പോൾ പോലും അവർക്ക് സർക്കാർ രൂപീകരണത്തിന് ആദ്യഘട്ടത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും JDSന്റെ റോൾ വലിയ വലുതാവും. അതുകൊണ്ട് തന്നെയാണ് കിങ് മേക്കർ അല്ല, കിങ് എന്നടക്കമുള്ള പരാമർശങ്ങൾ നിഖിൽ കുമാരസ്വാമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അഭിലാഷ്, അശ്വതി. എന്തായാലും JDS വലിയ ആത്മവിശ്വാസം തന്നെയാണ് പുലർത്തുന്നത്. ഇയാർ കർണാടകയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. ഇയാർ ഇവിടുന്ന് പോയപ്പോൾ ഇവിടെ വലിയ ചൂടാണ് കേട്ടോ. ഇയാർ പോയതിനു ശേഷം ഓരോ ദിവസവും കൂടുന്നു, ഇനിയും കൂടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. കർണാടകയിൽ എന്താണ് അവസ്ഥ? രാവിലത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ്? കർണാടകത്തിൽ താരതമ്യേന കേരളത്തെ അപേക്ഷിച്ച് ചില മേഖലകളിലും ചൂട് കുറവാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ മഴ അനുഭവപ്പെടുകയും ചെയ്തു. ബംഗളൂരു നഗരത്തിൽ മഴയുണ്ടായിരുന്നു. ഒപ്പം തന്നെ അതിനുശേഷം മൈസൂർ മേഖലയിലേക്ക് വരുമ്പോഴൊക്കെ തന്നെ ചെറിയ മഴ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തെ അപേക്ഷിച്ച് താരതമ്യേന കർണാടകത്തിൽ ചൂട് കുറവാണ്. നമ്മൾ സഞ്ചരിച്ച മേഖലയിലെങ്കിലും ചൂട് കുറവാണ്. എന്തായാലും ഈ സഞ്ചരിച്ച മേഖലയിലൊക്കെ ചൂട് കുറവാണെങ്കിലും അങ്ങനെയല്ല, തെരഞ്ഞെടുപ്പ് ചൂട് അതേപടി ന്യൂസ് 18 പങ്കുവെക്കുന്നുണ്ട്. അതേസമയം കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ മറ്റൊരു വിവാദം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇയാറിന് നന്ദി പറയാം. ഒപ്പം ഇയാറിനോട് ഇനി കൂടുതൽ വാർത്തകൾ, കൂടുതൽ പ്രതികരണങ്ങളൊക്കെ നമുക്ക് കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം എത്തിക്കാൻ നമുക്ക് കഴിയട്ടെ. ഇയാറിന് എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കർണാടകത്തെ. എന്തായാലും കേരളത്തിലേക്ക് വന്നപ്പോൾ സൂചിപ്പിച്ചത് വിവാദത്തെ